ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഊട്ടി പോയതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. കുറച്ചധികം ഒന്ന് ലേറ്റായി പോയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ 2 ദിവസം എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ ഈ നെറ്റോ റേഞ്ചോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവിടെ നിന്നുള്ള മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ താഴെ കിടപ്പുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ സൈഡിലായിട്ട് വലിയൊരു പാറയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് മുകളിലേക്ക് കയറി നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ഓരോ ടീം മേലെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇവിടുന്ന് നല്ല വ്യൂ ആണ്. നമ്മൾ തലേന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ തണുപ്പില്ലായിരുന്നു. പക്ഷേ മഴയൊക്കെ കുറഞ്ഞു വരുന്തോറും ഈ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ താഴെ വരുമ്പോഴത്തേക്ക് ഇത് ആര്യച്ചൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചായ ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് താഴെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലെല്ലാം വേറെയും ട്രാവലറുകൾ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ അടുത്തടുത്ത റൂമുകൾ തന്നെയാണ്. ഞാൻ താഴോട്ട് പോകുമ്പോൾ സിജോട്ടൻ സയാനയും കൊണ്ട് മുകളിലോട്ട് വരുന്നുണ്ടായിരുന്നേ. അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടയിലെത്തിയപ്പോൾ രതീഷ് ചേട്ടനും കിങ്ങിണിയും കൂടെ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ രതീഷ് ചേട്ടൻ പോയി, ഞാനും കിങ്ങിണി അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ആര്യച്ചും വിജയിച്ചും ഒന്നും വന്നിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് കണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. കടയുടെ പുറകുവശത്തുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഒരു മലയിൽ നിറച്ചും അടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ കണ്ട് അവിടുന്ന് ഒരു ചായയൊക്കെ വാങ്ങി അവിടുന്ന് കുടിച്ചു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും അടുപ്പിച്ച് കുറേ വീടുകൾ കാണാം. പിന്നെ കുറേ സ്ഥലം ഒരുമിച്ച് വലിയൊരു കൃഷി സ്ഥലമായിരിക്കും. ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളൊന്നും കാണുന്നില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും ഏകദേശം ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിനിടയിൽ കിങ്ങിണി പോയിട്ട് ആ കടക്കാരനോട് ഇതേത് സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ഫയർ സിറ്റി എന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആര്യച്ചിയും വിജയിച്ചിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അവർക്കുള്ള ചായ എടുക്കുന്നവരെ ഞങ്ങൾ മറ്റേ വായിൽ നിന്ന് പുകയുണ്ടാക്കി കളിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും ഫോണിൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടായിരുന്നില്ലേ. അവസാനം ആര്യച്ചി ആക്കിയപ്പോൾ ഒന്ന് കണ്ടിട്ടുണ്ടോന്ന്. അപ്പോഴാണ് അവിടെ ഒരു തൊപ്പിക്കാരൻ വന്നത്. അവരുടെ കയ്യിൽ ചീപ്പ് റേറ്റിന് തൊപ്പികളുണ്ടായിരുന്നു കേട്ടോ. 50 രൂപയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 2 തൊപ്പിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ആ കടയിലുള്ള ചേച്ചീനോട് ചോദിച്ചു താഴേക്കൊന്ന് പോയിക്കോട്ടെ എന്ന്. അവരുടെ കൃഷി സ്ഥലമായിരുന്നു കേട്ടോ അത്. പക്ഷെങ്കിൽ അവർ പറഞ്ഞു കൃഷി ചെയ്യുന്ന പാടത്തേക്ക് ഇറങ്ങണ്ട, മുകളിൽ നിന്ന് നോക്കിക്കോന്ന്. അങ്ങനെ ഞാൻ ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഒരുപാട് സ്ഥലത്ത് ക്യാരറ്റായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, അതോ നിലം ഒരുക്കി വെച്ചതാണോ എന്നറിയില്ല. ഒന്നും നട്ടിട്ടില്ല, പക്ഷേങ്കിൽ നിലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും രസമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, പച്ച കളർ കുളം. ഈ പുല്ല് ഏതാ കുളത്തിലെ വെള്ളം ഏതാ എന്നുള്ളത് മനസ്സിലാകാത്ത വിധത്തിൽ നല്ല കളറായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ ഗ്രീൻ ഹൗസ് പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറേ സ്ട്രോബെറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് തണുപ്പ് കൊണ്ട് അവസാനം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നത്. അപ്പോഴേക്കും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ മഴയത്ത് നിന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. റോഡ് സൈഡിൽ നിറയെ തേയിലത്തോട്ടം കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. പെട്ടെന്നൊരു സൈഡിൽ നിറയെ കൂട്ടത്തോടെ പോത്തുകൾ നിൽക്കുന്നുണ്ട്. ആദ്യം പോത്താന്നാണ് വിചാരിച്ചത്, പിന്നെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കാട്ടിപ്പോത്തായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ.